ഹലോ വെൽക്കം ബാക്ക് ടു ദ ഗൂഗിൾ മൈ ബിസിനസ് സീരീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൂഗിൾ മൈ ബിസിനസിന്റെ കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഗൂഗിൾ മൈ ബിസിനസ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രസന്റേഷൻ റെഡിയാക്കിയിട്ടുണ്ട്. 1 പേജറാണ്. ടിപ്സ്, ട്രിക്സ് ആൻഡ് SEO ഫോർ GMB, അനാലിറ്റിക്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇവിടെ നിങ്ങൾ ഈ ബെസ്റ്റ് പ്രാക്ടീസസിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. SEO, അനാലിറ്റിക്സ്, അപ്ഡേറ്റ്സ്, പ്രോഡക്ട്സ്, റിവ്യൂസ് ആൻഡ് മാപ്സ്. ഇതിനകത്ത് തന്നെ ഞാൻ വിത്ത് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് എൻ്റെ തന്നെ ഒരു ക്ലയന്റ് ആണ്, Cloud7 ഡെന്റൽ കെയർ എന്ന് പറയും. ഇതൊരു ഡെന്റൽ ക്ലിനിക് ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഒപ്റ്റിമൈസേഷനും ബെസ്റ്റ് പ്രാക്ടീസസിലേക്കൊക്കെ ജമ്പ് ചെയ്യുന്നതിന് മുന്നേ ഐ വോണ്ട് ടു ടോക്ക് ടു യു അബൌട്ട് അനാലിറ്റിക്സ്. അവിടെ ആ ചെറിയ ഞാൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തത് കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ ബിസിനസിന്റെ അടിയിൽ 358 കസ്റ്റമർ ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ബ്ലൂ സംഭവം കണ്ടില്ലേ? ആ ബ്ലൂ സംഭവത്തിൽ ക്ലിക്ക് ചെയ്താലാണ് നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസിന്റെ അനാലിറ്റിക്സ് നമ്മൾക്ക് കിട്ടുക. ഇപ്പം ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 358 പ്രൊഫൈൽ ഇന്ററാക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. കോൾസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണും 89 കോൾസ്. ഇപ്പോൾ ഓഗസ്റ്റ് മാസം നോക്കിക്കഴിഞ്ഞാൽ 22 കോൾസ് ആണ്. ജൂലൈയിൽ നോക്കിക്കഴിഞ്ഞാൽ 19 കോൾസ് ആണ്. അപ്പോൾ ഒരു മാസം എത്ര പേര് നമ്മുടെ കോൾ ബട്ടണിൽ അടിച്ച് നമ്മുടെ ബിസിനസ്സിനെ വിളിച്ചു എന്നത് നമുക്ക് ഈ കോളിന്റെ അനാലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഡയറക്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ ബിസിനസ്സിലേക്ക് മാപ്സ് യൂസ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. എത്ര പേരാണ് മാപ്സിൽ ഡയറക്ഷൻസ് ഇട്ടത്. ഡയറക്ഷൻ ഇട്ടോടെ എല്ലാവരും വന്നു എന്നല്ല, പക്ഷെ എത്ര പേര് മാപ്സിൽ ഇട്ടിട്ട് എത്ര കിലോമീറ്റേഴ്സ് ചെക്ക് ചെയ്തു അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്തു എന്നതിന്റെ ഒരു നല്ല അനലിറ്റിക്സ് ആണ് ഡയറക്ഷൻസിൽ പോയാൽ കിട്ടുക. ഇനി ഓവർവ്യൂവിൽ വന്നിട്ട് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീവേഡിന്റെ സെർച്ച് റിസൾട്ടും കൂടെ നമുക്ക് കാണും. ഏത് കീവേഡ്സിനാണ് നമ്മുടെ ബിസിനസ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡെന്റൽ ക്ലിനിക് നിയർ മീ, ഡെന്റൽ ക്ലിനിക്, ബെസ്റ്റ് ഡെന്റൽ ക്ലിനിക് കാലിക്കറ്റ്, ഇങ്ങനെയുള്ള കീവേഡ്സിനാണ് ഈ ഡെന്റൽ ക്ലിനിക് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബിഫോർ ഡൂയിങ് എനി കൈൻഡ് ഓഫ് ഒപ്റ്റിമൈസേഷൻ, എനി കൈൻഡ് ഓഫ് SEO അല്ലെങ്കിൽ നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റി ജമ്പ് ചെയ്യുന്നതിന് മുന്നേ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് സം അനാലിറ്റിക്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഞാൻ ഇവിടെ നമുക്ക് കണ്ടു ഈ പ്രൊഫൈൽ സ്ട്രെങ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ എപ്പോഴും പറയും ഒരു ഒപ്റ്റിമൈസേഷന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രൊഫൈൽ സ്ട്രെങ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുള്ളൂ. ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പം ഫസ്റ്റ് തന്നെ SEOയും കീവേഡ്സും. അപ്പം നമ്മൾ നമ്മുടെ കീവേഡ്സ് നമ്മൾ കുറച്ചും കൂടി ഐഡന്റിഫൈ ചെയ്തു. ഇവിടെ പോയിട്ട് നമ്മൾ ഓവർവ്യൂവിൽ ചെന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ കീവേഡ്സിനാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ വാട്ട് വി ക്യാൻ ഡു ഇസ് എയ്തർ ഒപ്റ്റിമൈസ് ഫോർ ദസ് കീവേഡ്സ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇനിയും നമുക്ക് റാങ്ക് ചെയ്യാനുള്ള കീവേഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കീവേഡ്സിൽ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ഞാൻ നമ്മുടെ ഏവൽ ക്ലിനിക്കിൽ നമ്മൾ ചെയ്ത പോലെ കണ്ടോ, ഏവൽ ക്ലിനിക്കിൽ നമ്മൾ ചെയ്തതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൈമറി നെയിമിൽ നമുക്ക് നമ്മുടെ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെക്കൻഡ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമുക്കിപ്പോൾ എഡിറ്റ് പ്രൊഫൈലിൽ പോവാം. ഇവിടെ പോയിട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല. ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മുടെ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി കീവേഡ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യൂസേജ് ആണ്. അതുപോലെ തന്നെ കീവേഡ്സ് നമുക്ക് എവിടെയെല്ലാം യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കീവേഡ്സ് റിവ്യൂസിൽ, ഗൂഗിൾ റിവ്യൂസിൽ കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിൽ വന്ന് നമ്മുടെ സർവീസോ പ്രൊഡക്റ്റോ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് അവരോട് നമ്മളൊരു ഗൂഗിൾ റിവ്യൂ ഇടാൻ പറയുമ്പോൾ അവരോട് പറയാം പ്ലീസ് യൂസ് ദിസ് കീവേഡ്സ് ഇൻ ദ ഗൂഗിൾ റിവ്യൂ. നമ്മൾ പറയുന്ന കീവേഡ്സ് അവർ ഗൂഗിൾ റിവ്യൂവിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. നമ്മുടെ കീവേഡ്സിന് നമ്മൾ റാങ്ക് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ എവിടെയൊക്കെ നമുക്ക് നമ്മുടെ കീവേഡ്സ് ഉപയോഗിക്കാമോ അവിടെയെല്ലാം നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ സ്യൂട്ടബിൾ ആയിട്ട് നമ്മുടെ കീവേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീവേഡ്സിനെ റാങ്ക് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ പ്രസന്റേഷനിലേക്ക് തിരിച്ചു പോകാൻ രണ്ടാമത് അനാലിറ്റിക്സ് ആണ്. അനാലിറ്റിക്സ് ഞാൻ കുറച്ചു മുന്നേ നിങ്ങളെ കാണിച്ചു. ഇവിടെ പോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ കോള് വിളിച്ചു, എത്ര പേര് നമ്മുടെ ബിസിനസ്സിലേക്ക് മാപ്പ് ഉപയോഗിച്ചു, ഏതൊക്കെ കീവേഡ്സിനാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത് എന്നീ അനാലിറ്റിക്സ് നമ്മൾക്ക് കാണാൻ പറ്റും. അടുത്ത ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് അപ്ഡേറ്റ്സ് എന്നുള്ളത്. അപ്ഡേറ്റ്സിൽ പോവുക. ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ അപ്ഡേറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഓൺ ദി അതർ ഹാൻഡ് ഏവലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വി ആർ ഓപ്പണിംഗ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഓണാഘോഷം വരുന്നുണ്ട്. ഇപ്പോൾ അടുത്താണ് ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ വരുമ്പോൾ അവർ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ഓണം സെലിബ്രേഷന്റെ കാര്യമൊക്കെ നമ്മളിവിടെ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നതും അവിടെ കീവേഡ്സ് യൂസ് ചെയ്യുന്നതും വളരെ നല്ലൊരു പ്രാക്ടീസ് ആണ്. അടുത്തതാണ് പ്രോഡക്ട്സ്. ഈ പ്രോഡക്ട്സ് പേജ് ഞാൻ Cloud7 വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇത് കണ്ടോ, ഇവിടെ പ്രോഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിലോ ഫാഷ്യൽ, ടീത്ത് വൈറ്റനിങ്, കോസ്മെറ്റിക് ബ്രേസസ്, ഡെന്റൽ ഇംപ്ലാന്റ്സ്, പ്രോസ്റ്ററ്റിക് കെയർ. അപ്പോൾ നമ്മുടെ സർവീസസും നമ്മുടെ പ്രൊഡക്ട്സും ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേജാണ് പ്രോഡക്ട്സ് പേജ്. ഈ പ്രോഡക്ട്സ് പേജ് കണ്ടോ, ഇവിടെ എഡിറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ടാവും. ഈ പ്രോഡക്ട്സ് പേജ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ്സിന് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രാക്ടീസ് ആണ്. പ്രോഡക്ട്സ് പേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ റെസ്പോൺസിലേക്ക് വന്നു. നമ്മുടെ ഗൂഗിളിൽ വരുന്ന നമ്മുടെ റിവ്യൂസിന് നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുക. അവർ തരുന്ന റിവ്യൂസ് നമ്മൾ പ്രോപ്പറായിട്ട് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. ഇനി ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ആണെങ്കിൽ അവർ പറയാം വാട്ട് ഹാപ്പൻഡ്, വാട്ട് മെയ്ഡ് യു ലിറ്റിൽ ലെസ് സാറ്റിസ്ഫൈഡ്, ട്രൈ ടു അഡ്രസ് ദ പ്രോബ്ലം ഇൻ യുവർ ഗൂഗിൾ റിവ്യൂസ്. അങ്ങനെ ഗൂഗിൾ റിവ്യൂസിന് പ്രോപ്പറായിട്ട് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത് ദാറ്റ് ഇസ് അനദർ ഗ്രേറ്റ് പ്രാക്ടീസ്. ഇനി എനിക്ക് പറയാനുള്ളത് മാപ്സിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സിൽ നിങ്ങൾക്കറിയാം അവിടെ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളെല്ലാം വരുന്നൊരു സ്ഥലമാണ്. സോ യു ക്യാൻ കീപ് അപ്ഡേറ്റിംഗ് ഫോട്ടോസ് ഇൻ യുവർ ഗൂഗിൾ മാപ്സ്. അതുപോലെ തന്നെ അവിടെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് മാപ്സിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഗൂഗിൾ മാപ്സും കൂടെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഗൂഗിൾ മൈ ബിസിനസ്സിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പം ദിസ് ആർ ഫ്യൂ ടിപ്സ്, ട്രിക്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ യുവർ ഗൂഗിൾ മൈ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ ലോക്കലായിട്ട് കൂടുതൽ കസ്റ്റമേഴ്സ് വരണം, കൂടുതൽ വിസിറ്റേഴ്സ് വരണം, നിങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഈ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നത് ദിസ് വിൽ ബി വൺ കീ തിങ് യു ക്യാൻ ഫോളോ ടു മേക്ക് ഷുവർ യുവർ ഗൂഗിൾ മൈ ബിസിനസ് ഇസ് റാങ്കിങ് above your competitors. Thank you.